നടന്നവൻ കുർബാനയാണെന്ന് കണ്ടറിയാനെന്തേ വൈകിത്ര. കൂടെ നടന്നവൻ കുർബാനയാണ്. പ്രിയപ്പെട്ടവരെ, കൂട്ടത്തിൽ നടക്കുന്നവനെ തിരിച്ചറിയാതെ പോകുന്ന അവസ്ഥ എന്തൊരു കഷ്ടമല്ലേ. ലൂക്കാ സുവിശേഷം 24 അധ്യായത്തിന്റെ 15ഉം 16ഉം വാക്യങ്ങൾ നമ്മളെ അല്പം സങ്കടപ്പെടുത്തുന്നതാണ്. അവൻ അവരുടെ കൂട്ടത്തിൽ നടന്നു, എന്നാൽ അവനെ അവർ തിരിച്ചറിഞ്ഞില്ല. എമാവൂസിലേക്കുള്ള വഴിയിലെയുള്ള 2 ശിഷ്യന്മാരുടെ യാത്രയെക്കുറിച്ച് അവിടെ വിവരിക്കുകയാണ്. അവരുടെ ഹൃദയം നിരാശ കൊണ്ട് നിറഞ്ഞതാണ്. കാരണം ക്രൂശിക്കപ്പെട്ട യേശുവിന്റെ കാഴ്ച അവരുടെ പ്രത്യാശയെ തകർത്ത് കളഞ്ഞു. അവർക്ക് അതിന്റെ അന്തസത്തയൊന്നും മനസ്സിലാക്കാനായിട്ടൊന്നും സാധിച്ചില്ല. പക്ഷേ അവരുടെ ഹിതം അല്ലെങ്കിൽ അവരുടെ മനസ്സിലാക്കിയ യേശു അവരോടൊപ്പം നടക്കുക. അവർക്ക് അവനെ തിരിച്ചറിയാനായിട്ട് കഴിഞ്ഞില്ല എങ്കിലും കർത്താവ് അവരോടൊപ്പം നടന്ന് അവരെ വചനത്തിന്റെ വ്യാഖ്യാനം പറഞ്ഞു കൊടുക്കുക. ദൈവം ചിലപ്പോൾ ഇങ്ങനെയൊക്കെയാ അല്ലെ. യേശയ്യായുടെ പുസ്തകം 45:15 നമ്മൾ വായിക്കുന്നില്ലേ, അവൻ മറഞ്ഞിരിക്കുന്ന ദൈവമാകുന്നു. ദൈവം മറഞ്ഞിരിക്കുന്നത് നമ്മിൽ നിന്ന് അകന്നത് കൊണ്ടല്ല, നമ്മെ അവൻ ബോധ്യപ്പെടുത്തി തരാൻ വേണ്ടിയിട്ടാണ്. ശിഷ്യന്മാർ വഴിയിലൂടെ സംസാരിക്കുമ്പോൾ യേശു അത് ഇന്റർഫിയർ ചെയ്ത് ചോദിക്കുന്നുണ്ട്, നിങ്ങളിപ്പോ എന്താണ് സംസാരിക്കുന്നത്? ലൂക്കാ 24:17. അവൻ അവരുടെ വേദനയുടെ നടുവിലും അവരുടെ നിരാശയുടെ നടുവിലും തകർന്നു പോകുന്ന അവസ്ഥയിലും സംഭാഷണം നടത്തുകയാണ്. ഇന്ന് യേശു നമ്മളുടെ വഴിയിൽ, നമ്മുടെ ജീവിതയാത്രയിൽ നമ്മളോട് കൂടെ ഇല്ലേ? ചിലപ്പോഴെങ്കിലും നമുക്കും ഇങ്ങനെ സംഭവിക്കാറില്ലേ? കുറേ പ്രാർത്ഥിച്ചു, കുറേ ആഗ്രഹിച്ചു, കുറേ കണക്ക് കൂട്ടലുകളൊക്കെ കൂട്ടി, പക്ഷെ കണക്ക് കൂട്ടിയതുപോലെയോ പ്രാർത്ഥിച്ചതുപോലെയോ ആഗ്രഹിച്ചതുപോലെയോ ഒന്നും നടക്കാതെ വരുമ്പോൾ നമ്മളും ചിലപ്പോൾ നിരാശയിലേക്ക് പോകാറുണ്ട്. പിന്നെ പ്രാർത്ഥന ചിലപ്പോഴൊരു മടുപ്പാകും, വിശ്വാസം അല്പം ഒന്ന് താന്നു പോകും, പിന്നെ എല്ലാത്തിലും ഒരു മന്ദതയാണ്. കർത്താവ് ഇവിടെ പറയുകയാണ് ലൂക്കാ 24:27, അവൻ വചനം വ്യാഖ്യാനിച്ച് അവരെ കേൾപ്പിച്ചു. കർത്താവ് ഇതുതന്നെയാണ് നമ്മുടെ നിരാശയിൽ നമ്മൾ മനസ്സിലാക്കാനായിട്ട് നമുക്ക് മനസ്സുണ്ടെങ്കിൽ വചനം വായിക്കുമ്പോഴത്തേക്കും അതിലെ ഭാഗങ്ങൾ നമ്മൾക്ക് വ്യാഖ്യാനിച്ച് തരുമ്പോഴത്തേക്കും അവിടെ എഴുതിയേക്കാണ് അവരുടെ ഹൃദയം ജ്വലിച്ചു. പ്രാർത്ഥനയുടെ സമയത്ത് നമ്മെ കേൾക്കുന്ന ശബ്ദം, അവന്റെ കരുണ, അതിൽ നമ്മൾ ഏറ്റവും അട്രാക്റ്റഡ് ആവും. ആരാധനയിൽ ഹൃദയം കത്തണം, ഹൃദയം ജ്വലിക്കണം. അവന്റെ സാന്നിധ്യം അനുഭവിക്കുമ്പോഴത്തേക്കും ഹൃദയം ജ്വലിക്കും. അവൻ അപ്പം മുറിച്ചപ്പോൾ അവർക്ക് അവനെ മനസ്സിലാകുകയും ചെയ്തു. കാരണം വചനത്തിലെ വ്യാഖ്യാനമാണ് അതിനുള്ള വഴി തെളിച്ചത്. പറഞ്ഞു വരുന്നത്, ദിവസവും ആഹാരം കഴിക്കുന്നുണ്ട് എങ്കിൽ ദിവസവും വചന വായന ശീലമാക്കണം. കാരണം ഇവിടെയാണ് അവന്റെ സാന്നിധ്യം നമ്മൾ തിരിച്ചറിയുന്നത്. നിരാശയിലും കർത്താവിന്റെ പ്രത്യാശ പകരുന്നത്, അവനെ കൂടുതൽ അടുത്തറിയാൻ, തിരിച്ചറിയാൻ നമുക്ക് സാധിക്കുന്നത്. ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് വചനത്തിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അല്ലേ. ശിമയോൻ പത്രോസ് നിരാശപ്പെട്ടിട്ട് പറയുന്നുണ്ട്, എല്ലാം കഴിഞ്ഞു, കഥയെല്ലാം, സ്റ്റോറിയെല്ലാം അവസാനിച്ചു, ഞാൻ മീൻ പിടിക്കാൻ പോവുക, നിങ്ങൾക്ക് വേണമെങ്കിൽ എന്നോടുകൂടെ വരാം. എന്നാൽ കർത്താവില്ലാതെ നിരാശയിൽ അവർ പോയപ്പോഴത്തേക്ക് അവിടെ എഴുതി വെച്ചേക്കുക, യോഹന്നാന്റെ സുവിശേഷം 21 അധ്യായത്തിൽ അവർക്കൊന്നും കിട്ടിയില്ല. പത്രോസും കൂട്ടുകാരും ഹൃദയം തകർന്ന്, യേശു മരിച്ചിരിക്കുന്നു, അവരുടെ പ്രത്യാശയും സ്വപ്നങ്ങളും ഒക്കെ അവസാനിച്ചു. ഒരിക്കൽ മനുഷ്യരെ പിടിക്കാനായിട്ട് നിയോഗിച്ചവൻ ഇപ്പം ദേ കാൽവരി കൊലമരത്തിൽ മരിച്ച് കല്ലറയിൽ അടക്കപ്പെട്ടു. ഇനിയിപ്പം എന്തോന്ന്, ഒരു ആത്മീയ പിന്മാറ്റം അവരുടെ ജീവിതത്തിൽ, മങ്ങിയ നടപ്പ്. ആ രാത്രി ഒന്നും കിട്ടിയില്ല. കാരണം യേശുവില്ലാതെ എല്ലാം ശൂന്യമാണ്. നമുക്കും ഇതുപോലെ തന്നെയാണ്. നിരാശയൊക്കെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോഴത്തേക്കും യേശുവിനെ കൂടെ അകറ്റി നിർത്താനായിട്ട് ശ്രമിക്കുകയാണെങ്കിൽ വീണ്ടും വീണ്ടും ശൂന്യതയിലേക്ക്, ഇരുട്ടിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കും. അവരെയും തിരിച്ചറിഞ്ഞ യേശു കരയിൽ നിന്ന് ചോദിക്കുന്നു, കുട്ടികളെ, നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടിയോ? അവർ പറയുന്നുണ്ട്, ഇല്ല കർത്താവേ, ഒന്നും കിട്ടിയില്ല. അപ്പോഴാണ് കർത്താവ് പറയുന്നത്, വലതുവശത്തേക്ക് ഇട്ടാൽ കിട്ടുമെന്ന്.
ഇടുകയും ചെയ്തു, വല നിറയുകയും ചെയ്തു. പക്ഷെ പിന്നീട് ആ വലയിലെ മീൻ വിൽക്കുന്നതിന് വേണ്ടിയിട്ട് പത്രോസും കൂട്ടരും പോയതായിട്ട് നമുക്ക് അവിടെ വായിക്കുന്നില്ല. അത് കർത്താവാണെന്ന് തിരിച്ചറിഞ്ഞ് അവനെ അനുഗമിക്കുകയല്ലേ ചെയ്തത്. നമ്മുടെ നിരാശയുടെ വഴിയിൽ നമ്മളെ ഉപേക്ഷിക്കുന്ന ദൈവമല്ല. യേശു അവരെ ഉപേക്ഷിച്ചില്ലെങ്കിൽ നമ്മളെയും ഉപേക്ഷിക്കില്ല. അവരെ തിരിച്ചു വിളിക്കാൻ അവൻ കടൽ തീരത്തേക്ക് വന്നു. സന്ദേശം ഇതാണ്: കർത്താവ് നിരാശയോടൊപ്പം നടക്കുന്ന ദൈവമാണ്. അവൻ നഷ്ടപ്പെട്ടവരെ തിരികെ കൊണ്ടുവരാൻ കാത്തിരിക്കുന്നു. നീ വീണാലും നിരാശനായാലും കർത്താവ് പിന്മാറുകയില്ല. അവൻ കരയിൽ നിന്ന് നിന്നെ വിളിക്കും. വലതുവശം ഇട്ടാൽ മീൻ കിട്ടും എന്നുള്ള കാര്യം പറഞ്ഞും തരും. വേറെ ഒരു അവസരമുണ്ട്. നിന്റെ വിളി എപ്പോഴും കേൾക്കാനായിട്ട് അവൻ തയ്യാറാണ്. നിന്റെ പ്രാർത്ഥന. നിരാശയുടെ രാത്രിയിലും യേശു കരയിൽ കാത്തിരിക്കുന്നു, നിന്നെ പുനർജീവിതത്തിലേക്ക് വിളിക്കാനായിട്ട്. കരയിൽ കാത്തിരിക്കുന്ന യേശു. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, പലപ്പോഴും ഞങ്ങൾ പത്രോസിനെ പോലെ നിരാശയിൽ മങ്ങിപ്പോകുന്നു. എമാവൂസിലേക്ക് പോയ ശിഷ്യന്മാരെ പോലെ ഇനി എന്ത് എന്നുള്ള ചോദ്യം മുന്നിൽ തെളിയുന്നു. ജീവിതത്തിന്റെ പല പ്രതിസന്ധികളിലും ഞങ്ങളിങ്ങനെ അന്തം വിട്ട് നിൽക്കാറുണ്ട്. അപ്പാ, നിരാശയിലേക്കുള്ള ഞങ്ങളുടെ മനസ്സ് താഴുമ്പോൾ അനുഗ്രഹമായി വചനത്തിലൂടെ, പ്രാർത്ഥനയിലൂടെ, ആരാധനയിലൂടെ അങ്ങയുടെ സാന്നിധ്യം വീണ്ടും അനുഭവിച്ച് നിരാശയെ പ്രത്യാശയാക്കി മാറ്റി മുന്നേറുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഹാഗാറിനെ പോലെ നിരാശയിലും കർത്താവിനെ വിളിക്കുന്നതിനും ഉത്തരം ലഭിക്കുന്നതിനും, പത്രോസിനെ പോലെ പിന്മാറ്റത്തിൽ നിന്ന് തിരിച്ചു വരുന്നതിനും, എമാവൂസിലേക്ക് പോയ ശിഷ്യന്മാരുടെ നിരാശയിൽ നിന്ന് പ്രത്യാശയിലേക്ക് വന്നതുപോലെ ഞങ്ങളും അനുദിനം അങ്ങയുടെ വചനം വായിച്ച് പ്രത്യാശയുള്ള ജീവിതം നയിച്ച് നിത്യതയുടെ തുറമുഖം ലക്ഷ്യമാക്കി നീങ്ങുവാൻ ഞങ്ങളെയും സഹായിക്കണമേ. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. നല്ലൊരു ദിവസം ആശംസിക്കുന്നു. കൂടെ നടക്കാം. അവൻ നമ്മെ നിത്യതയുടെ തുറമുഖത്ത് സുരക്ഷിതമായി എത്തിക്കാൻ മതിയായവനാണ്. ഹല്ലേലൂയ. ആമേൻ. കൂടെ നടന്നവൻ കുർബാനയാണെന്ന് കണ്ടറിയാനെന്തേ